പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ. പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ അച്ചമ്മയുടെ വീടിൻ്റെ ആദ്യത്തെ ഒരു അവസ്ഥയും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു കേട്ടോ, ഇവർക്കൊരു സുരക്ഷിതമായിട്ടുള്ളൊരു വീടാക്കി കൊടുക്കുക എന്നുള്ളത്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം 2 വയസ്സായ ആൾക്കാരാണ്. അവരെ വേറെ എവിടെയും തൽക്കാലം മാറ്റി പാർപ്പിക്കാനും പറ്റൂല, അവർക്ക് പുറത്തിറങ്ങാനും താല്പര്യമില്ല. അപ്പോൾ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ പണി തീർത്തു കൊടുക്കുന്ന പോലെയായിരുന്നു ആദ്യത്തെ ഐഡിയ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നിൽക്കൂല എന്നുള്ളത് പണി തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ, ചിത്തിരപ്പൂമുഖം ചേർക്കാനാ പനവീടിനും കൊതിയാ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ. പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം, മനസ്സിൽ പറഞ്ഞ് മലരാമുത്തിനെ നോക്കിയ നേരം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും മുരുകുന്ന കണ്ടു. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മൊത്തത്തിൽ പൊട്ടിയ തോൽ പാത്രമിൽ കഴിഞ്ഞൊരു കൂടാ. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീരെ, ഒപ്പിയെടുത്തൊരു ചുവരാട സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാട സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ. പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം. യാ റസൂലേ, അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം. യാ റസൂലേ, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങൾ
സ്വപ്നങ്ങളിലത് നിധിയാണേ പടിവാതില് ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. എൻ്റെ ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് 4 ദിവസത്തിൻ്റെ ഉള്ളിൽ വർക്ക് തീരും. അപ്പോൾ 4 ദിവസം ഇവരെവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് ഇവർക്ക് വീട് കാണിച്ചു കൊടുക്കാമെന്നായിരുന്നു കേട്ടോ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടക്കൂല എന്ന് പറയുമല്ലോ. ഞാൻ എന്തിങ്ങനെ തിരിയുന്നത് നിങ്ങൾ ആലോചിക്കും. ആ സമയത്തൊക്കെ നല്ലോണം ബാക്കിൽ എൻ്റെ കഴുത്തിൻ്റെ എല്ല് സ്റ്റിഫായിട്ട് തിരിയാനും അറിയാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മുടെ ഷീറ്റ് വർക്ക് മാത്രം 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റ് വർക്കിൻ്റെ കൂടെ തന്നെ ടൈലിടാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷേ ടൈലിടുന്നത് അപ്പം നടക്കൂല എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമായിരുന്നു ടൈലിടാനും വേണ്ടിയിട്ട്. ഒരു 4 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ടൈലിട്ട് തരിക എന്നുള്ളത്. എനിക്ക് ഈ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ഇത് സേഫായിട്ട് അവരതിനകത്ത് കയറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. മഴയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷൻ്റെ ലെവൽ അത്രത്തോളം ഓരോ ദിവസം രാത്രി വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അവരെങ്ങനെ സേഫായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ മഴ തുടർന്നെങ്കിലും നമ്മൾ ടൈൽ വർക്ക് കാര്യങ്ങൾ 4 ദിവസത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടയിലൊരു ശനി ഞായർ വന്നു. പിന്നെ പെയിൻ്റ് അടിക്കാൻ ആളെ കിട്ടിയില്ല. അതിനുശേഷം എങ്ങനെയൊക്കെയോ പെയിൻറ്റിൻ്റെ വർക്ക് കാര്യങ്ങൾ എല്ലാം ഫിനിഷാക്കി നമുക്ക് അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് ഫ്രണ്ടിൽ വലിയൊരു കിണറുണ്ട്. അതെങ്ങനെ നമ്മൾ സേഫാക്കി കവർ ചെയ്ത് കൊടുക്കും എന്നുള്ളതൊരു പണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് മറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് വാങ്ങി അത് ചുറ്റും കെട്ടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. അങ്ങനെ വീടിൻ്റെ പെയിൻ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മനുഷ്യവാസയോഗ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീട് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ. ഒരു വെള്ള കൊട്ടാരം പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഒരു റിസോർട്ടിൻ്റെ ലുക്കായിരുന്നു. പക്ഷേ അടുത്ത നമുക്കൊരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുറച്ച് പാത്രങ്ങൾ വേണം. കാരണം അച്ഛമ്മയുടെ അവിടെ ഉള്ളതെല്ലാം പൊട്ടിയതും പഴകിയതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് സെക്ഷനായിരുന്നു അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്നാളൊരു കമൻറ്റ് വന്നു, ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പൈസ കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് സങ്കടം ഉണ്ടോ. ഇതിൽ വല്ല 10 100 കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും തികയൂല. ഇതൊക്കെ ഒരു മാസത്തിൻ്റെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളീ കാണുന്നതെല്ലാം കേട്ടോ. നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല. എന്തിനാ ഇങ്ങനെ നിന്ദിക്കുന്നത്? ഫൗസിയ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് അങ്ങനൊരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കമൻറ്റ് വന്നത്. പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഇനിയും കൂടുതൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമുണ്ട്. ഇനിയിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെന്നോ തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട, ഷെയർ ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്നെ വിട്ടുപോയ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു പുണ്യത്തിനും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്തിനാണ് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടിട്ട് എത്രയോ പേര് ഇൻസ്പയർ ആവുന്നുണ്ട്. ഇതുപോലെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. ഇങ്ങനെയും മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാൻ പറ്റും, ഇങ്ങനെയും മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത്. ഇത് വന്നിട്ട് അടുത്ത ദിവസമാണ് നമ്മളിവിടെ, അതായത് പാല് കാച്ചുന്ന ദിവസം നമ്മൾ രാവിലെ നേരത്തെ വന്നിട്ട് അവിടെ എല്ലാം കൂടെ ഒന്ന് വീടിനകത്തെല്ലാം ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ പിന്നീട് കാണുമ്പോൾ ഫുള്ളി ഈ ഒരു 6 മാസത്തോളം നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ റിസൾട്ടും കൂടെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരൊറ്റ വീഡിയോയിൽ ഒരു റീക്യാപ്പ് പോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. എനിക്ക് റീച്ചിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒരു പണിക്കാളെ വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാനായിട്ട് എൻ്റെ അധ്വാനത്തിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള അത്രയും വലിയ ആഗ്രഹം കൊണ്ട് എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. ആരെയും ബോധിപ്പിക്കാനല്ല. നമുക്ക് ചിലർക്ക് അങ്ങനെയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ. ആ നന്മ മനസ്സിലുള്ള ആൾക്കാർ നന്മ പറയുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഇതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും റീച്ച് കിട്ടിയാലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതാണ് അവർ പുറത്ത് കാണിക്കുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് ഇട്ട് കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. സുന്ദർ കുട്ടപ്പനും കുട്ടപ്പിയും ആക്കി രണ്ടുപേരെയും മാറ്റിയെടുത്തിട്ടുണ്ട്.
ആ സമയങ്ങളിലൊക്കെ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റൂല കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ബെഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് രണ്ടുപേരുടെ റൂമിൽ ഇട്ട് കൊടുത്തു. ഫൈനലി അൽഹംദുലില്ലാതെ നമ്മുടെ വീട് നമ്മുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമോ നേടിയെടുത്തു എന്ന് എനിക്ക് തോന്നലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ ഇതൊക്കെ കാണാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇല്ലാലോ എന്നുള്ളൊരു വിഷമം. യാ റസൂലേ അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അത് അങ്ങനെ വീടിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം അച്ഛമ്മനെയും കൂട്ടിയിട്ട് നമ്മൾ അവരുടെ അമ്പലത്തിലേക്ക് പോവാണ്. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വർഗീയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും എൻ്റെ മതവും അതുമായി ബന്ധപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇത് എൻ്റെ അവർക്ക് കൊടുക്കുന്ന ഔദാര്യവുമല്ല, അവരുടെ അവകാശമാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ ചെയ്തു കൊടുക്കുന്നതെല്ലാം തന്നെ അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അവരുടെ മതത്തിൻ്റെ രീതിയിൽ, അവരുടെ വിശ്വാസത്തിൻ്റെ രീതിയിൽ, മറ്റുള്ള മതത്തിൻ്റെ വിശ്വാസത്തിനെ മാനിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേ അച്ഛമ്മനെയും കൂട്ടിയിട്ട് നമ്മൾ അവരുടെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാല് തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ, ചിത്തിരപ്പൂമുഖം ചേർക്കാനാ പനവേ. ആശമ്മനെ അതിനകത്തേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആശമ്മയുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ പുറത്ത് വരുന്ന വരെ നമ്മളവിടെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഭാഗ്യക്കൂട് മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം, മനസ്സിൽ പറഞ്ഞ് മലരാമുത്തിനെ നോക്കിയ നേരം
മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ. മൊത്തത്തിൽ പൊട്ടിയ തോൽ പാത്രമിൽ കഴിഞ്ഞൊരു കൂടാ. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവരാടാ സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാടാ സ്വർഗക്കൂട്. ഗണപതിയാണ് വന്നത്. ഓ ഇതാണ് ഗണപതി. ഞാൻ പറഞ്ഞില്ലേ ഗണപതി നല്ല തന്നെ വന്നത്. സൂപ്പർ. ഓക്കെ അല്ലേ? ഓ ഇതാണ് ഗണപതി. വിളക്കും തിരി വെക്കുമ്പോ നിങ്ങ വന്ന് ഓരാകും. പ്രാർത്ഥിക്കും. പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ. ഇതൊക്കെ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ നമ്മളിപ്പോൾ ടി വിയിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഇതുപോലെ വിളക്ക് പിടിക്കുന്നതും. അപ്പോൾ അതേപോലെ അച്ചമ്മയും അച്ചമ്മയുടെ വീട്ടിലൊരു രാജകുമാരീനെ പോലെ വിളക്ക് പിടിച്ചിട്ട് കയറി പോകണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളക്ക് വാങ്ങിച്ചതായിരുന്നു. അപ്പോഴാണ് അച്ചമ്മ പറഞ്ഞത് അച്ചമ്മ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളത്. യാ റസൂലേ അതിർപ്പൂവാമ്പിലാലിൻ സ്വരനാദം. യാ റസൂലേ. എന്റെ പഠിച്ചോനെ കമ്പുരനെ അള്ളാവ് പോയിച്ച് എന്റെ പൊന്നു മക്കൾക്ക് കൊടുക്കണേ. അള്ളാ പഠിച്ചോനെ ഗണപതി എന്ന് എൻ്റെ മന് എനിക്ക് ഓ എന്നെ ഈ സഹായം ചെയ്തില്ലേ അതെന്റെ മനസ്സിലുണ്ട്. സന്തോഷമായി. ഓ സന്തോഷമായി. ബെഡ് ഇനിയിപ്പോ ഈ ബെഡില് സുഖമായിട്ട് ഓ താഴെ അത് ഇടക്കൊന്ന് അടിച്ച് മാത്രം. ഓ മതി മതി. എല്ലാരും വരാൻ പറഞ്ഞത്. ഓ വന്ന് തോന്നി പോട്ടെ പഠിച്ചോനെ. അല്ലാ അല്ലാ എന്നെ നോക്കാനും വേണം കേട്ടോ. നന്ദി എനിക്കും പോയും കൊണ്ടേ ഒന്നും മുറങ്ങാണ് വയസ്സായതുകൊണ്ട്. ഓ ഒന്നിട്ട് കഴക്കട്ടിട്ടല്ലേ നല്ലതാ. അപ്പൊ ഞാനെല്ലാം അറിഞ്ഞു ചെയ്ത് വെച്ച പോലെ. അറിയില്ല, ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നാണ്. അപ്പൊ സെറ്റ് സെറ്റായി ഗൈസ്. വീട് പഴയ വീടല്ലത്, പുതിയ വീടാണ്. ഞങ്ങൾ കഴിഞ്ഞത് ബെഡ് സൂപ്പറായി. ഓ തണുക്കൂല. പതുപ്പ് ഇട്ടിട്ട് എന്താ ഉറങ്ങിയത് അറിയുള്ളൂ. മറ്റേ സാധനം വെക്കാൻ ഇവിടെ ഒരു ഷെൽഫ് വെച്ച് തരാം. പക്ഷെ അവന് കിട്ടണില്ല. അതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാം. അതാണ് ഒരു ഇത് വേണ്ടിയത്. ഇത് നിലത്ത് വെക്കണേക്കാളും നല്ലത് ആ ചൂലുണ്ട്. അപ്പൊ അധികം കുനിയാണ്ട് ജസ്റ്റ് ഡെയിലി ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വിട്ടാൽ ആവശ്യമില്ല. അപ്പൊ അതിന്റെ മേലെ ഇനി കാർട്ടൂണ് എന്താ പറയാ, കാർഡ്ബോർഡ് ചാക്ക്. അതല്ല, അട്ടപ്പെട്ടി ഒന്നും ഇടണ്ട. വൃത്തിയേടായിരിക്കും. നിങ്ങൾ വൃത്തിയിരിക്കാനാണ് ടൈലിട്ടത്. ഓ എന്റെ പൊന്നു മാനാണ് കിടക്കുന്നു. നനയ്ക്കും എന്റെ മന ഇന്നലെയൊക്കെ നനച്ചു പാവം എന്റെ കുട്ടി. എന്തൊക്കെ എനിക്ക് ഇന്ന് ഒന്ന് ഉറക്കം വരുള്ളൂ. ഇതൊന്ന് കഴിയാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കും. അള്ളാവുണ്ട് ഉണ്ണിയെ കൂടെ 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 ഉണ്ട് കേട്ടോടേ. എന്നെ ഇത്തരം ചെയ്ത് തന്നില്ലേ. അള്ളാവ് കാത്ത് നറുസലുവായി ഇരിക്കട്ടെ. ഓ ഞാൻ അതെന്നെ കിടക്കുമ്പോഴും നറുസലുവായി വരും എന്റെ. ആ ഒന്നും കൊണ്ടും
ആ പാത്രം ഒന്ന് കഴുകണം. പാല് വെച്ച ഞാൻ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടേ, ഒന്ന് കഴുകിയിട്ട് അതിലെ പോകുമ്പോ അല്ല, അത് എനിക്ക് ചിലപ്പോ പേടിയാവും. മുതലാളി വരിങ്ങട് ഞാൻ പറയുന്നത് ഗ്യാസ് പേടിയാണല്ലേ? ഒന്നും ആവൂല. ഞാനത് ഡെയിലി ഇതാക്കണം. അത് വെക്കി, ഈ പാത്രം വെക്കി, വെക്കിന്റെ മേലെ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ നേരം വൈകി വരണമൊന്നും നമ്മൾ വില വെക്കില്ല. ഇനി ഇതില് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? എല്ലാവർക്കും കൊടുക്കുക. ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാല് തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ, ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ, ചിത്തിരപ്പൂമുഖം ചേർക്കാനാ പനവീടിനും കൊതിയാ, ചിരിക്കുന്ന നബിയോരെ മഴ. അങ്ങനെ പാല് കാച്ചൽ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു എന്നറിയോ, ഇപ്പുറത്ത് നമ്മൾ വാങ്ങിയിട്ട് വന്ന കുറേ ഗ്രോസറീസ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ബോക്സിലൊക്കെ ആക്കണമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അച്ഛമ്മ ആകെ ബുദ്ധിമുട്ടും. എല്ലാം താഴെ ഇങ്ങനെ വലിച്ച് മീൻസ് സൈഡിലൊക്കെ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട് വൃത്തിയാക്കാൻ എല്ലാം പുറത്തേക്കല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ആക്കി കൊടുത്തിട്ട് പോയില്ലെങ്കിൽ ആളാകെ ബുദ്ധിമുട്ടും. പിന്നെ ആ കട്ടിലൊന്നും ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഏകദേശ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ബോക്സിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് അവർക്ക് പിന്നെ ഉടുക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള വലിയ വലിയ കണ്ടെയ്നേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ അതും അവരെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു, പ്ലേറ്റ്സ് ഒക്കെ കേട്ടോ, അതും അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഓരോ പ്ലേറ്റ് കൊണ്ടുപോയിട്ടോ. വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം. ഓരോരുത്തർ ഓരോന്ന് ഇവിടെ കൊടുക്കും. ഫസ്റ്റ് കൊടുക്ക്, അവിടെ ആ ചേച്ചിക്ക് കൊടുക്ക്. ആ ഇതാ അവിടെ ആ ബേബിക്ക് കൊടുക്ക്. ആ ശരി ശരി. കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മൊത്തത്തിൽ പൊട്ടിയ തോൽ പാത്രമിൽ കഴിഞ്ഞൊരു കൂടാ, ഇങ്ങനെ ഉറിഞ്ചു കുടിക്കുക. ഉറിഞ്ച വായിൽ വെക്ക്, വായിൽ വെക്ക്. എടുത്തൊരു ചുവരാട സ്വർഗക്കൂട്,
എടുത്തൊരു ചുവരാണ സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലെ. അങ്ങനെ അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ ഫ്രണ്ടിൽ ആ കിണർ വന്നിട്ട് ഇതതുപോലെ കവർ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെയാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സേഫ്റ്റി ആയി. പിന്നെ ഇതേ രാമച്ചനോടൊന്ന് സംസാരിച്ച് നോക്കിയതാണ് കേട്ടോ. ഓ സൂക്കട് മാറണമെന്നാ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സൂക്കട് മാറും. ഉഷാറായി, വീട് സൂപ്പറായി, കിടക്കാൻ ബെഡായി, ഈ അസുഖം കൂടെ മാറും. അതന്നെ ദേവലോകം വന്നതാണിപ്പോ. അസുഖം കൂടെ മാറണം. അതൊക്കെ മാറും. ഞാൻ പട്ടോ മാറും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി താടി മീശൊക്കെ വളരുമ്പോഴേ ആരുടെ അടുത്ത് പറഞ്ഞാ മതി, ആളിനെ പറഞ്ഞേക്കാം. അപ്പൊ സുഖമായിട്ട് ഉറങ്ങാലോ. ആ മീൻ കാലൊക്കെ വേദനിക്കണ്ടാ? ഇന്നലെ എങ്ങനെ ഉറങ്ങി? സുഖമായി ഉറങ്ങിയാ? ആ ഇന്ന് ബെഡിൽ കിടന്നുറങ്ങാ. കാല് വാങ്ങിക്കണ്ടാ? താമസം ഒന്ന് ചിരിക്കട്ടെ. ചിരിക്ക്. പല്ലില്ലാത്ത നല്ല ഭംഗിയുണ്ട് ചിരി കാണാന്. പല്ല് വേണമെന്നില്ല, നല്ല ഭംഗിയുണ്ട് ചിരി കാണാന്. കുമ്പിടൊന്നും വേണ്ട. കാലൊന്നും പിടിക്കാൻ പാടില്ല. അതിനേക്കാൾ വയസ്സിന് താഴെയല്ലേ, എന്തെങ്കിലും പിടിക്കണ്ട. ഇതൊക്കെ നമ്മുടെ കടമ. പോയി കടന്നാട്ടെ രാമേട്ടാ. ജ്യൂസ് കുടിക്കും. അങ്ങോട്ട് പോരുത്. അമ്പലത്തിക്കൊക്കെ പോയി വന്ന് അല്ലേ? അച്ഛമ്മ സ്വർഗത്തിൽ കിടക്കാം. ഇല്ലെങ്കിൽ എന്താണെങ്കിൽ നാം ഇവിടെ കിടക്കും. വേറെ പയ്യൻ പോണത് കണ്ടുപിടാതെ ഇറങ്ങിയാലോ? നോക്കിയിട്ട് പടച്ചോനും വിചാരിച്ചിട്ട് അവിടെ എത്തി നിറച്ചെറുതായി മുന്നിൽ ഇടയ്ക്ക് എനിക്ക് നോക്കാൻ വരുന്ന എനിക്ക് ഫോൺ നമ്പർ വിളിക്കാൻ അറിയില്ല. റസീൻ്റെ അടുത്ത് പറയണ്ട രാവിലെ എല്ലാ പൊന്നും മഴയുടെ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം. ഒന്നാഴ്ച മതി കേട്ടോ. ഒന്ന് നോക്കാൻ മറക്കാണ്ടിരിക്കാൻ. എന്നെ മറക്കോ? മറക്കില്ലോ. ഞാൻ എന്റെ ഇത് പോയാലും കൂടി ചിന്തിയുണ്ടോ എന്റെ മനസ്സിൽ. അപ്പൊ എന്റെ മന നീർക്കാഴ്ച പടച്ച തമ്മില് അള്ളാവ് നിറച്ചലുവോ ഇതിനെക്കാട്ടി പുരോണിച്ചു വെക്കാൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിക്കും. ബുദ്ധിമുട്ടാനൊന്നും നിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ അറിയിക്കാം. ഞാനെങ്കിലും മക്കളുണ്ടോ ചോദിച്ചാൽ എന്ത് പറയും? എനിക്കൊരു മകളുണ്ട്, പാലക്കാടാണ് പറയും. എന്റെ അമ്മന്റെ വീടും അവിടെ ഇല്ലേ? പാലക്കാട് ഇതാക്കല. പൊന്നെ മക്കളെ പോയി അപ്പത്തു 10 മണി 1 മണിക്കൂർ ഇരിക്കണ എല്ലാം ശരിയാക്കി തന്ന സമാധാനം. ഫാൻ ഇട്ട് സമാധാനം ചൂടില്ലാണ്ട് സുഖമായിട്ട് ഇതൊക്കെ എടുത്തോളി. അതെടുക്കും. ഞങ്ങൾ പോയാലും ഫാൻ ഇട്ടിട്ട് നീ പറയോ? കറണ്ട് ബില്ല് അധികം വരില്ല, നിങ്ങൾ പേടിക്കണ്ട. കറണ്ട് ബില്ല് വരുമ്പോൾ ഒറ്റക്കടിക്കാൻ കൊടുക്കും. അച്ഛൻ ഒറ്റ കടിക്ക് നോക്കട്ടെ. മുഖത്ത് കൈവിട്. അല്ല മുഖത്തേക്ക് മോചിക്ക് കണ്ടാൻ പറ്റ. ഒന്നും കൂടി. എന്തെങ്കിലും സ്മെല്ല് വരുമ്പോ തടിച്ചു.
നന്നായി എല്ലാവരുടെയും പടച്ച തമ്പുരാൻ അവിടെ പഠിച്ചോനെ അവിടെ ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടാണ്, പോയി നോക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ എത്തി പടച്ചോൻ വന്നു. ഇരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന ഇതെന്തമ്മ? അത് തുണി കഴുകാനാണ്. അത് ബക്കറ്റിൽ തുണിയിട്ട് വെച്ചിട്ട് സോപ്പൊന്നും ഇതാക്കാൻ വയ്യെങ്കിൽ ഒരു 4 തുള്ളിയോ 5 തുള്ളിയോ ഒരു മൂടി ഒഴിക്കുക. എന്നിട്ട് കുറച്ചു നേരം വെച്ചിട്ട് കുത്തിപ്പിഴിഞ്ഞ് ഇട്ടാലും മതി. പണി ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. നന്നായി. തുണി ഞാൻ ഇതാ സൈഡിൽ വെക്കണുണ്ട്. തുണിയല്ല ഇങ്ങനെ അടിച്ചാൽ മതി. എന്റെ പൊന്ന പടച്ചോനെ, എന്റെ മക്കളുടെ പൊന്നുപോലെ കാക്കണം. മഴ കഴിഞ്ഞു പൊന്നുപോലെ. എടുക്കട്ടപ്പോ പിന്നെ എടുക്കട്ടേന്നാ അച്ഛമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അത് കൊണ്ടിട്ട് കൂട്ടാൻ വെച്ച് ആ വിത്തൊക്കെ അവിടെ ഇട്ടോളി, ഉണ്ടായി വരും. നല്ല വിത്താണ്. വിത്തന്നെ എപ്പോഴും തോന്നുമ്പോ വെട്ടിട്ടോ. അച്ഛൻ ഇങ്ങനെ പിടിക്കോ? കടന്നോളി. ബെഡ് കിട്ടിയപ്പോ സന്തോഷായ? ആ, ഞാന് വീട്ടിൽ പോകാണ്. പിന്നെ എപ്പോഴെങ്കിലും വരാം. ശരി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കുറേ മാസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇതേപോലെ ഇവരെ വൃത്തിക്ക് നല്ല സേഫായിട്ടുള്ള ആ വീട്ടിൽ ഇരുത്തിയിട്ട് വരണം എന്നുള്ളത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ രാമച്ചന് ഭയങ്കര സങ്കടമായിരുന്നു. അതേപോലെ അച്ഛൻ ഒരു 100 പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, എന്നെ കാണാൻ വരണട്ടമ്മ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെയും സന്തോഷത്തോടെയും കൂടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മുഖം നന്നായിട്ട് വീങ്ങിയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുടുംബിനിയിൽ നിന്നും ഞാനിത് ഈ കോളേജ് കുമാരിയിലേക്ക് മാറുകയാണ്. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഊരിയിട്ടിട്ട് ആ ഒരു ലുക്കിലാണ് നമ്മൾ പിന്നെ കോളേജിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള നമ്മുടെ നോർമൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തുടർന്നും വേണം. ചാരിറ്റി പോലെയുള്ള സംഭവങ്ങളല്ല ആക്ച്വലി നമ്മുടെ കണ്ടൻറ്റ്. ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ചെയ്യുന്നത് ആ സമയത്ത് ആ കാര്യങ്ങൾ അതേപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതൊരു പ്രത്യേക ഒരു കണ്ടൻറ്റാക്കി നമ്മളിടുന്നതല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളാരും ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മുടെ നോർമൽ കുക്കിംഗ് കാര്യങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ചെയ്താലാണ് നമുക്ക് കുറച്ചും കൂടെ സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. അതല്ലാതെ നന്മ കണ്ട നന്മ അംഗീകരിക്കുന്ന ആൾക്കാരെയും എനിക്ക് എന്താ പറയുക, അവരെൻ്റെ ജീവനാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്കും എല്ലാറ്റിനും ഒരുപാട് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.